44 BJP 27 വർഷത്തിന് ശേഷമുള്ള BJPയുടെ തിരിച്ചുവരവാണ് കാണുന്നത്. 98-ൽ അധികാരത്തിൽ നിന്ന് പോയതാണ് BJP ഡൽഹിയിൽ. അവിടെ നിന്നാണ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് തിരിച്ചുവരവ് ഉറപ്പിച്ചിരിക്കുകയാണ് BJP. 44 സീറ്റുകളിൽ BJP 20 കുറഞ്ഞു, 45 BJP കൂടി. BJP 45, 20 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, ഒരു സീറ്റിൽ കോൺഗ്രസ് എന്നതാണ് കണക്ക്. 45, 20, 1 66 സീറ്റുകളിലെ ലീഡ് നില ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 4 സീറ്റുകളിലെ പല സൂചനകൾ കൂടി പുറത്തു വരണം. പക്ഷേ BJP ഒരു കംഫർട്ടബിൾ മാർജിനിലേക്ക് ഡൽഹിയിലേക്ക് പോവുകയാണ്. 45 സീറ്റുകളിൽ ഈ വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ 1.5 മണിക്കൂർ കഴിയുമ്പോൾ BJPക്ക് ലീഡുണ്ട്. 20 സീറ്റിൽ മാത്രം ഒതുങ്ങുന്നു ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നവരുടെ സംസ്ഥാന അധ്യക്ഷൻ PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ലീഡ് ചെയ്യുകയാണ്. മഞ്ജുഷി, ദേവേന്ദ്ര യാദവ് മുൻ MLA ആണ് ആ മണ്ഡലത്തിലെ ബാദ്ലിയിലെ. 2 തവണ അദ്ദേഹം അവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2015, 20 ആം ആദ്മി പാർട്ടി തരംഗത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ വീണ്ടും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ വരുന്നു. ദേവേന്ദ്ര യാദവ് ഏതായാലും ആ മണ്ഡലത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസിന് വോട്ടുകൾ കിട്ടുന്നുണ്ട് ഡൽഹിയിൽ എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു ട്രെൻഡ്. അതാണല്ലോ ദേവേന്ദ്ര യാദവിനെ പോലുള്ള നേതാക്കൾക്ക് 2015-ലും 2020-ലും ഒരു സീറ്റിലും ജയിക്കാനുള്ള ദേവേന്ദ്ര യാദവ് 3-ാം സ്ഥാനത്തായിരുന്നു. പല മണ്ഡലങ്ങളിലും ഇത്തവണയും 3-ാം സ്ഥാനത്താണ്. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ തടയുന്ന ഒരു ഘടകമായി കോൺഗ്രസ് മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് പക്ഷേ എന്നാൽ കോൺഗ്രസിന് അവിടെ മത്സരിക്കാതിരിക്കാനും പറ്റില്ല. കാരണം കോൺഗ്രസിന്റെ കൂടി നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഡൽഹിയിൽ. അവിടെ BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി മത്സരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി കൈകോർക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് തന്നെ അത് ദോഷമാകുമായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ മത്സരിച്ചത്. പക്ഷേ കോൺഗ്രസ് ചതിയന്മാരാണ് എന്ന് ആം ആദ്മി പാർട്ടി പറയുകയുണ്ടായി. പക്ഷേ അവസാനം ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിൽ, ന്യൂനപക്ഷ മേഖലകളിൽ അതൊരു സ്വാധീനമായി വന്നിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ ട്രെൻഡുകൾ നോക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും 44 സീറ്റുകളിൽ ലീഡ് നിലനിർത്തുവാൻ BJP കഴിയുന്നു. 21 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടികളെ ഇരട്ടി സീറ്റുകളിൽ BJP ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. BJP 44, ആം ആദ്മി പാർട്ടി 21, കോൺഗ്രസ് 1. അങ്ങനെ 66 സീറ്റുകളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 21, BJP 44, കോൺഗ്രസ് 1. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ. ഇപ്പോഴും കാൽക്കാജിയിൽ മുഖ്യമന്ത്രി അതിഷി പുറകിലാണ്. മനീഷ് സിസോദിയ ജംഗ്പുരയിൽ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാളിന് ഒരു ഘട്ടത്തിൽ പോലും ലീഡിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ മുന്നിട്ട് നിൽക്കുന്നു. അതാണ് സാഹചര്യം. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഏതായാലും ഡൽഹിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ച് മധ്യവർഗ വോട്ടുകൾ ഒന്നടങ്കം BJPയിലേക്ക് പോയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. മാത്രവുമല്ല താഴെ തട്ടിലുള്ള വോട്ടുകൾ എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കാണ്. അതിനും ഒരു വിള്ളൽ വീഴ്ത്താൻ BJPക്ക് സാധിച്ചു എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ BJP 27 വർഷത്തിന് ശേഷം അധികാരത്തോട് ഡൽഹിയിൽ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ട്രെൻഡുകൾ അനുസരിച്ച് ആദ്യ 1.5 മണിക്കൂറിലെ കണക്കുകൾ വെച്ച് BJP 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ ഭരണത്തോട് അടുക്കുകയാണ്. ഈ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ അവിടെ BJP ലീഡ് നേടുന്നത് 7 മണ്ഡലങ്ങളിലാണ്. ആ 7 മണ്ഡലങ്ങളിൽ 6 ആം ആദ്മി പാർട്ടി നേരത്തെ ജയിച്ച മണ്ഡലങ്ങളാണ്. നോർത്ത് വെസ്റ്റിലാണ് ഒരു സീറ്റിൽ, അല്ലേ, അവിടെ ഒരു സീറ്റിൽ ലീഡ് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളത്. ആ മേഖലയിലാണ് അവിടെ BJPയുടെ വലിയ മുന്നേറ്റമാണ്. വെസ്റ്റ് ഡൽഹിയിലാകട്ടെ 7 സീറ്റുകളിൽ BJP ലീഡ് നേടുന്നു എന്ന് പറയുമ്പോൾ അതെ, BJPക്ക് ഒരു സീറ്റ് പോലും, അവിടെ 7 സീറ്റ് എന്ന് പറയുമ്പോൾ 7ഉം അവിടെ ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളായിരുന്നു. അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ ആയിരുന്നു. ആം ആദ്മി പാർട്ടി 3 സീറ്റ് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതായത് അതൊരു പ്രധാന ഘടകമാണ്. പൂർവാഞ്ചൽ മേഖല BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 4 സീറ്റാണ് BJPക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 15 BJP വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഒരു മേഖലയിലും ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. ചേരി പ്രദേശങ്ങൾ അതും BJPയെ തുണയ്ക്കുന്നതാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇത്തവണ 11 സീറ്റുകളുടെ കൂടുതൽ, അല്ലെ, ഈ ചേരി പ്രദേശങ്ങൾ. അവിടെയാണ് ആം ആദ്മി പാർട്ടി ശക്തി കേന്ദ്രമാക്കി മാറ്റിയത്. ആദ്യം മധ്യവർഗത്തിന്റെ പാർട്ടി ആയിരുന്നുവെങ്കിൽ പിന്നീട് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരുന്നു, അല്ലെ. അവിടെയാണ് ഇപ്പോൾ BJP നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ. BJP 45, ആം ആദ്മി പാർട്ടി 20. രസകരമായ കണക്ക്, ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളുണ്ട് ഡൽഹിയിൽ. അതിൽ 5 BJP ലീഡ് ചെയ്യുന്ന കണക്ക്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് എത്ര വോട്ട് പിടിച്ചു എന്നൊരു ചോദ്യം. അതായത് കഴിഞ്ഞ തവണ ആ മേഖലയിൽ 10-ൽ 10 സീറ്റുകളും, ഇല്ല, ന്യൂനപക്ഷ മേഖലയിൽ 10-ൽ 10 സീറ്റുകളും ആം ആദ്മി പാർട്ടിക്കായിരുന്നു. അവിടെ ഇപ്പോൾ 5 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. 5 BJP ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ന്യൂനപക്ഷ സ്വാധീനമുള്ള ആ മേഖലകൾ
ജില്ലകളിലാണ്. അവിടെ 5 സീറ്റുകളിൽ BJPക്ക് ഇത്തവണ ലീഡ് നേടാൻ കഴിഞ്ഞത് അതിനിർണായകമാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഡൽഹിയും പടിഞ്ഞാറൻ ഡൽഹിയിലും BJPക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ എങ്ങനെയാണ് ഡൽഹി ജനത കൈവിട്ടത്? 46ലേക്ക് BJP കൂടിയിരിക്കുകയാണ്. ഒരു സീറ്റിലെ ലീഡ് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. 46-22-1 എന്നുള്ളതായിരിക്കുകയാണ്. വലിയ മുന്നേറ്റം BJP കാഴ്ചവെക്കുന്നു. എക്സിറ്റ് പോൾ എങ്ങനെ പറഞ്ഞു അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എക്സാറ്റ് പോൾ 70 സീറ്റിലെയും ലീഡ് നില പുറത്തു വരുമ്പോൾ 46 സീറ്റിൽ BJP, അതിന്റെ പകുതി സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. 23 സീറ്റിൽ ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ മുഴുവൻ മണ്ഡലങ്ങളിലെയും ലീഡ് നില പുറത്തു വരുമ്പോൾ ഇതാണ് കണക്ക്. BJP 46, അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ 10 സീറ്റ് കൂടുതൽ നിലവിൽ BJPക്കുണ്ട്. ഒരു സുരക്ഷിതമായ നമ്പർ 46 എന്ന കണക്കിലേക്ക് BJP എത്തുന്നു. ആം ആദ്മി പാർട്ടി 23 സീറ്റിൽ ഒതുങ്ങിപ്പോകുന്നു. 62 നിന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഏതായാലും 23 എന്ന നമ്പറിലേക്ക് ഒതുങ്ങുന്ന. കോൺഗ്രസ് ഒരു സീറ്റ്, ഇതാണ് കണക്ക്. 70-70 കണക്കുകൾ പുറത്തു വരുമ്പോൾ BJP 46 സീറ്റ്. അതായത് 46-23 എന്ന് പറയുമ്പോൾ ഇരട്ടി സീറ്റുകൾ ആം ആദ്മി പാർട്ടിയേക്കാൾ BJPക്ക് കിട്ടുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മിക്കയിടത്തും വോട്ടെണ്ണൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ന്യൂഡൽഹിയിൽ തുടക്കം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. കൽക്കാജിയിൽ അതീഷി തുടക്കം മുതൽ തന്നെ പിന്നിലാണ്. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ പിന്നിലാണ്. അങ്ങനെ 3 പ്രധാന മുഖങ്ങളും ആം ആദ്മി പാർട്ടിയുടെ പിന്നിലാണ്. അങ്ങനെ അഴിമതിക്കാരാണ് എന്നുള്ള ആ ഒരു വലിയ ആക്ഷേപം അത് ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത കൈവിടുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അഴിമതി വിരുദ്ധർ അഴിമതിയിൽ വീണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. 46 സീറ്റുകളിൽ BJP ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. 47 ലീഡ് ഉയർന്നു. 22 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, ഒരു സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഇതിൽ ഒരു മാറ്റവും ഇനി വരാൻ സാധ്യതയില്ല. 45 സീറ്റുകളെങ്കിലും BJP 47, ആം ആദ്മി പാർട്ടി 22, കോൺഗ്രസ് 1. അപ്പോൾ BJP 50 സീറ്റിനോട് അടുക്കുന്നു. 47 സീറ്റിൽ ഇപ്പോൾ ഏതായാലും BJP ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 22 ഒതുങ്ങുന്നു, കോൺഗ്രസ് 1. മഞ്ജുഷ, ഇതിനകത്ത് കേജ്രിവാൾ രാജിവെക്കുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജനകീയ അംഗീകാരം ഇല്ലാതെ ഇനി തിരിച്ചു വരില്ല എന്ന്. അപ്പോൾ ഡൽഹി ഇപ്പോൾ അദ്ദേഹത്തിന് ഏതായാലും അംഗീകാരം നൽകുന്നില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ കൂടി ഏതായാലും നൽകുന്നത്. മദ്യനയത്തിലെ അഴിമതി അത് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത കൈവിടുകയാണ്. 12 വർഷത്തെ ഭരണത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഭരണം അവസാനിക്കുകയാണ്. അവിടെ BJP അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചെടുത്തു നിന്ന് ഒരു സീറ്റിൽ കോൺഗ്രസിന് ജയിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനമായിരുന്നു. അത് സാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. 46 സീറ്റുകളിൽ BJP, 23 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി. 46-23-1 ഇതേ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടത്തും ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ലീഡ് നില അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ